regarding market stabilization scheme. Okay, market stabilization scheme എന്ന് പറഞ്ഞാൽ എന്താണ്? What is it related to? അത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ആണോ മാർക്കറ്റ് സ്റ്റെറിലൈസേഷൻ ആണോ? എന്താണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ? എക്സസ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ബൈ ഇഷ്യൂയിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ രേവതി പറഞ്ഞതും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഫോറിൻ കറൻസി മാർക്കറ്റിൽ കൂടുമ്പം അത് കാരണം ഉണ്ടാകുന്ന ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർലി ഉള്ളതിന് സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുക. ബട്ട് സ്റ്റിൽ ഈ കേസിലും ഫോറിൻ കറൻസി കൂടുതലായിട്ട് വന്നാൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, മനസ്സിലായോ? അപ്പോൾ ആ കേസിലും ഇത് അപ്ലൈ ചെയ്യാം. ബട്ട് മാർക്കറ്റ് സ്റ്റെറിലൈസേഷൻ ഇസ് ദ കറക്റ്റ് ടേം ഫോർ ലിക്വിഡിറ്റി ഇഷ്യൂസ് ആൻഡ് RBI's tool for like managing liquidity because of the foreign inflow, that is market stabilization. Market stabilization means government will be issuing some government securities, people will be investing in that, so all the excess money in the market will be sucked by the government. So rupee demand there is no excess rupee in the market because of this thing. That is this thing. Like, but is it a qualitative method or quantitative method? Quantitative. ഈ വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ? ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ദെൻ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ്. ദെൻ തേർഡ്, അതായത് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന RBI കൈ വെച്ചിരുന്ന ഫണ്ട് ഗവൺമെൻറ്റിന് കടം വീട്ടാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. പറ്റൂ? No. Understand that if one particular money is collected from one particular purpose, that will not be shared for other purposes. Okay, so that is false. Then again, depositories in India, first statement is telling that it is for depositing gold or currency, etc. Is that true? How many of you knew what is depositories? ഡെപ്പോസിറ്ററി എന്താണെന്ന് അറിയായിരുന്നു? ഒരാൾക്കറിയായിരുന്നു, വേറെ ആർക്കെങ്കിലും അറിയായിരുന്നു? ഇന്ന് ഞാൻ പറയുകയാണ്, ഡെപ്പോസിറ്ററീസ്, യു നീഡ് നോട്ട് നോ വാട്ട് ഈസ് ഡെപ്പോസിറ്ററീസ് ഫോർ സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, you know that when they are telling terms like, okay, depository, you know that it's a it's a technical term from economy. And what if they are telling that ഇത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഡെപ്പോസിറ്റാന്ന് പറഞ്ഞാൽ, ഇഫ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയാണെങ്കിൽ അതൊരു നഴ്സറി സ്കൂൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതായത് വെൻ ദേ ആർ ഡയറക്ട്ലി ഗിവിങ്, ഓക്കെ, ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ആസ്കിങ് അബൌട്ട് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ബാങ്ക് ഡെപ്പോസിറ്റ് ബട്ട് എ സെപ്പറേറ്റ് സം ടെക്നിക്കൽ ടേം. So when they are giving the definition of a normal saving bank deposit or bank locker for this particular thing, you should understand that that's for fooling us. Okay, ഇതൊരു ചൈൽഡിഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ടെല്ലിംഗ് ദാറ്റ് ദേ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കീപ്പിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗോൾഡ് എക്സെട്ര. ഗോൾഡിന് ബാങ്കിൽ ഗോൾഡ് ലോക്കർ ഉണ്ട്. ഗോൾഡ് ലോക്കറിന് നമ്മൾ ഒരിക്കലും ഡെപ്പോസിറ്ററീസ് എന്ന് വിളിക്കാറില്ല. സോ സംതിങ് ന്യൂ ആണത്. ദെൻ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി അതിൻ്റെ വേർഡ് മീനിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തെറ്റാന്ന് മനസ്സിലായപ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ സംതിങ് സ്പെഷ്യൽ തിങ്, സം സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. In the first statement they are telling that there are some institutions, and in the second statement they are telling that all banking institutions, especially public sector bank, can act as a depository for its consumers. ഇതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. എന്താണ് എസ്പെഷ്യൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഓൾ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ്. ഓക്കെ, UPSC എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണിത്. അത് എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു all phosphates including rock phosphates contain this mineral. എന്തിനാണ് ആവശ്യം? ഓൾ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ് റോക്ക് ഫോസ്ഫേറ്റ് ഓൾസോ. അപ്പോൾ അതിൽ എസ്പെഷ്യലി റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് റോക്ക് ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ആർ ടെല്ലിംഗ് വിത്ത് അഡീഷണൽ എംഫസിസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, സോ ദിസ് ഈസ് റോങ്. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് സെബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് വെക്കുന്ന സ്ഥാപനമാണ്. ദെൻ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. ഓക്കെ, സോ കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ വളരെ കുറച്ച് ഫംഗ്ഷൻസേ ഉള്ളൂ, അല്ലാതെ എല്ലാ ഫംഗ്ഷൻസൊന്നും അവർക്കില്ല. എല്ലാ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുള്ള ഫംഗ്ഷൻസ് അവർക്കില്ല. ദെൻ സോ ദാറ്റ് ഈസ് ഫോൾസ്. അഗെയിൻ ആൻ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുകയാണ്. വെൻ
വേജസ് ഇൻക്രീസസ്, അല്ല അങ്ങനെയല്ല, വെൻ വേജസ് പ്രസ് പ്രൈസസ് അപ്പ്, പ്രൈസസ് പുൾ വേജസ് അപ്പ്. അതായത് ഒരു ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആഫ്റ്റർ റീഡിങ് ദ എൻറ്റയർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദ ക്വസ്റ്റ്യൻ, കോണ്ടെക്സ്റ്റ് ഈസ് ക്ലിയർ. ഇറ്റ്സ് അബൌട്ട് വാട്ട്? ഇറ്റ്സ് അബൌട്ട് ഇൻഫ്ലേഷൻ ഓഫ് പ്രൈസ് അല്ലേ, സംതിങ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ്. ഇനി ഈ പറയുന്നതിനെ നമുക്ക് ഈസിലി, ഇപ്പോൾ ഇവർ കുറേ ടെക്നിക്കൽസ് ആണെന്നുണ്ട്, ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ്, ബോട്ടിൽ നെക്ക്, ഇൻഫ്ലേഷൻ സ്പൈറൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്, വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ഡയറക്റ്റ്ലി ഗെറ്റ്സ് കണക്റ്റഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ. മുമ്പ് നമ്മൾ ആ പ്രൈവറ്റ്ലി പ്ലേസിംഗ് ഓഫ് ഷെയർസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ വേർഡ് മീനിങ്ങിൽ നിന്നാണ് നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തിയത്. നൗ don't do any overthinking, don't get worried that I don't know about hyperinflation or galloping inflation etc. Just read the statement. നമ്മൾ എന്താണ്, ഒരു എക്കണോമിയിൽ പ്രൈസസ് കൂടുമ്പോൾ, when prices increases in an economy, all the employees in different establishment, they will demand that we cannot live with this salary, give us more salary. So prices is pushing wages up, and when you are getting more wages you will demand more, that will push further prices up. ഇതൊരു ഇൻഫ്ലേഷൻ സ്പൈറൽ എന്ന് പറയുന്നതിനോട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തൂടെ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ദാറ്റ് കറക്റ്റ്? ഗ്രേറ്റ്. ദെൻ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്ങിനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, വൈൽ റീഡിങ് ദിസ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദ exact clauses related to or exact terms and conditions of external commercial borrowing, is there any way you can solve this question? എന്താണ് ഞാൻ പറഞ്ഞ അപ്രോച്ച് എപ്പോഴും ഓർമ്മ വേണം. വെൻ യു ആർ ഗെറ്റിംഗ് ആൻ അൺഫെമിലിയർ ക്വസ്റ്റ്യൻ, ഫാക്ച്വൽ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുന്നത്, ട്രിഫിൻസ് ഡിലെമ പോലുള്ള ക്വസ്റ്റ്യൻ ഇത് ആപ്ലിക്കബിൾ അല്ല, കാരണം അതിൽ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വെൻ യു ആർ ഗെറ്റിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വേർ ദർ ആർ ലോട്ട്സ് ഓഫ് വേർഡ്സ്, ഓക്കെ, കുറേ വേർഡ്സ് ഉണ്ട്. ട്രിഫിൻസ് ഡിലെമ പോലത്തെ ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി ആ വേർഡും അതിൻ്റെ ഉത്തരവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലാതൊന്നും. അല്ലെങ്കിൽ ഒരു ലേക്ക് ഏത് കൺട്രിയിലാണെന്ന് ചോദിക്കുന്നതിൽ കുറേ വേർഡ്സ് ഒന്നുമില്ല. They will be giving the name of lake in question and number of countries in the option. But ഇതുപോലുള്ള മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്യുവർ ലോജിക്കാണ്. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ദ കോണ്ടെക്സ്റ്റ്. ഈ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? അബൌട്ട് ബോറോയിങ് മണി ഫ്രം സം എക്സ്റ്റേണൽ എൻറ്റിറ്റി അല്ലേ, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. ഇനി ആ നോളജ് മാത്രം വെച്ചിട്ട് സെക്കൻഡ് അപ്രോച്ച് ഞാൻ പറഞ്ഞത് എന്താണ്? ഐഡൻറ്റിഫൈ ഇഫ് എനി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇല്ലോജിക്കൽ. ഓക്കെ, അപ്പോൾ ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മൾ വെക്കും. അപ്പാർട്ട് ഫ്രം ഐഡൻറ്റിഫൈങ് ഇല്ലോജിക്കൽ, ഐഡൻറ്റിഫൈ ഇഫ് എനി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവിങ് യു എ റെഡ് ഫ്ലാഗ്. എന്താണ് റെഡ് ഫ്ലാഗ്? ഒള്ളി പോലെയോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ പെട്ടെന്ന് ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നിക്കുന്ന സാധനമില്ലേ, അതാണ് റെഡ് ഫ്ലാഗ്. അതും ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ഈസ് ദർ എനി ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദാറ്റ്. അപ്പോൾ ആ രണ്ട് ഇതും വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദീസ് ആർ കൊമേഴ്ഷ്യൽ ലോൺ റേസ്ഡ് ബൈ സം കമ്പനി ലൈക്ക് എൻറ്റിറ്റീസ് ഫ്രം എബ്രോഡ്. അതിലെന്തെങ്കിലും ഇല്ലോജിക്കൽ ഉണ്ടോ? ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ്, നമ്മളിങ്ങനെ കടം വാങ്ങിച്ച് ഇവിടെ റിയൽ എസ്റ്റേറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിൽ ഇല്ലോജിക്കലായിട്ടൊന്നുമില്ല. അതിൽ ഇല്ലോജിക്കലായിട്ടൊന്നും പറയരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ബോറോ ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്ക് ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, ഇതൊരു അവയർനെസ് ആണ്. ഓക്കെ, ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് പൈസ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, ചിറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പുറത്തുനിന്ന് വാങ്ങിച്ചാൽ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ്, നമുക്ക് പുറത്തുനിന്ന് പൈസ ഇന്ത്യൻ കറൻസിയിലോ ഏത് കറൻസിയിൽ നോക്കിയാൽ അതിലെന്തെങ്കിലും ഇല്ലോജിക്കലുണ്ടോ? ഇല്ല. അപ്പോൾ ആകെ ഒരു റെഡ് ഫ്ലാഗ് വന്നത് ഇവിടെയാണ്. ദ മിനിമം മെച്യൂരിറ്റി പീരീഡ് ഫോർ ഓൾ എക്സ്ട്രാ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. എക്സ്ട്രാ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവാം അല്ലേ, അത് എല്ലാത്തിൻ്റെയും മെച്യൂരിറ്റി പീരീഡ് 3 years ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു, എത്ര ഇതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഒരു പോസിബിലിറ്റി ഇവിടെ ഉള്ളത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള ഇതിനകത്ത് ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, എന്തെങ്കിലും ഒരു പ്രശ്നം ഫീൽ ചെയ്തത് ഇതിൻ്റെ അകത്താണ്. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഇതിൽ മേ ബി ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഏതിൽ? ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ല ഫോർത്ത് അല്ല, തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ റിയൽ എസ്റ്റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് യു ആർ ഫീലിംഗ് കൺഫ്യൂസ്ഡ്, അപ്പോൾ നൗ യു റീച്ച്ഡ് എ 50-50. നൗ വെൻ യു റീച്ച്ഡ് എ 50-50, how to reach the final correct answer? Now you are weighing between C and B
it is telling that to one particular sector, this particular investment is not possible. We know that in the case of FDI and in the case of many related things, there are restrictions. To this sector, only 49% is possible through automatic route, or to these sectors, this is not possible. Like that, ഇപ്പോൾ ആറ്റോമിക് എനർജി കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രം വർക്ക് ചെയ്യുന്ന സാധനമാണ്. പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ പോസിബിൾ അല്ല. ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ചാൻസ് ഉണ്ട്. അതായത് ഒരു സെക്ടറിൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വെക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ എന്താണ്, they are telling that for all kind of this thing, this is completely factual. ഇതിൽ ഒരു ലൂപ്പ് ഹോൾ മേ ബി ഇതിന് കുറച്ചും കൂടി ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്യുവർ ജനറലൈസേഷൻ. വിത്തൗട്ട് എക്സെപ്ഷൻ all types of external commercial borrowing is having 3 years maturity. Now when you are weighing between that option and this option, there are high chances that this is more possible, having more possibility to be wrong. ഇതാ ഇങ്ങനെയാണ് you will be like saving yourself from 50-50 situation, right? Then സോ ഗൂഗിൾ സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ സ്റ്റേജസ് ഉണ്ട്. അപ്പം ഗാലന്റ് എസ് അക്കാദമിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? അപ്പോൾ ഞാനത് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനത് വളരെ സീറോ ആയിരുന്നു. അപ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഗാലന്റ് എസിൽ ഞാൻ വന്നപ്പോൾ കുറച്ച് എനിക്ക് മെയിൻസിൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പിന്നെയും എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി. പിന്നെ ഈ ലാസ്റ്റ് നിമിഷമായപ്പോൾ ഞാൻ തന്നെ കുറേ കഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് ഗൈഡൻസ് എടുത്തിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. പിന്നെ എസ്പെഷ്യലി ഫോർ ദി ഇന്റർവ്യൂ സ്റ്റേജ് സാറ് കുറേ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റർവ്യൂ കുറച്ച് റീഷെഡ്യൂളൊക്കെ വന്നപ്പോഴത്തേക്കും സാർ അതിന് വളരെ ഫോർവേഡായിട്ട് വന്നിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഗാലന്റ് എസിനായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് 2 മാസം ഞാൻ വെറുതെ ഇരിക്കണമെന്ന് വന്ന് ഇന്നിപ്പോൾ സാറ് അത് ആ എടുത്ത് ഈ പിള്ളേരെ ഇവിടെ സഹായിക്കണം എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്നോട് പറഞ്ഞത്. okay, IMF related thing. ഈ second statement, is there any problem? When some country is in trouble related to finance, IMF will help. അത് IMFിൻ്റെ ഡ്യൂട്ടി അല്ലേ, that's the responsibility, no problem. Then first statement, they are telling that they will be giving an amount equal to some particular amount. ഇത്രയും എമൗണ്ട് ഈ കോട്ട. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഈ 200% ഒരു ലിമിറ്റ്, അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം? അങ്ങനെ ഒരു ലിമിറ്റ്. അപ്പോൾ യു ആർ നോട്ട് നോയിങ് ദിസ് തിങ്, ലൈക്ക് വെദർ ദാറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലെന്തെങ്കിലും, is there any chance of any exception for this? If one particular country is in serious trouble, at that time 200% എന്ന് പറയുന്നത് എന്താണ്? You have deposited members quota എന്ന് പറഞ്ഞാൽ, if members quota is say 1 lakh rupees, 1 lakh rupees ആണ് members quota. 200% എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? 2 lakh rupees. നമ്മളൊരു എക്കോണമി സീരിയസ്ലി ക്രാഷായി പോകുന്ന സമയത്ത് 2 lakh rupees കൊണ്ട് നമുക്ക് പറ്റത്തില്ല. The demand or situation of different economies are different. Maybe one country require only this much money. Maybe some other economy which is completely getting shattered, they might require more money. Then only their problem will be solved. So there are chances that keeping a limit like this will not be working in all cases. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് അവയർനെസ്. ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ, കീപ്പിംഗ് സച്ച് എ, ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 200% is a small amount. Whatever you are depositing, twice of that you will be getting in crisis. But twice of that will not be sufficient in all situations. Okay, so there are chances that such a limit may be wrong. അങ്ങനത്തെ ഒരു ലിമിറ്റ് ഇല്ല, മനസ്സിലായോ? It's not there. Then yeah, second statement we already seen. Now again, customs union, common market kind of thing. How many of you attempted this question? How many of you got it correct? All are true. Okay. Devath ചെയ്തോ ക്വസ്റ്റ്യൻ? ചെയ്തില്ല. എന്താ ചെയ്യാതിരുന്നത്? ഏതായിരുന്നു കൺഫ്യൂഷൻ ആയത്? ഇല്ല. അപ്പോൾ ഒരു കാര്യം എന്നോട് പറയാം, ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അബോളിഷൻ ഓഫ് ഓൾ ട്രേഡ് ബാരിയേഴ്സ്, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട്? അതിലെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്? അടുത്ത് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്താണ് പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? വാട്ട് ഇസ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ? ഇറ്റ്സ് അബൌട്ട് ഇൻ്റഗ്രേറ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് റിമൂവിങ് ദ ബാരിയേഴ്സ് ബിറ്റ്വീൻ എക്കോണമീസ്, അല്ലേ? ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബിറ്റ്വീൻ എക്കോണമീസ്. ആർക്കും വരാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ
എല്ലാം കോമൺ ആക്കുകയാണ്. ആർക്കും വേറെ എന്താ പറയുക, നിങ്ങൾ ഇത്രയും ടാക്സ് അടച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ ഇവിടെ പറയുന്നു കോമൺ മാർക്കറ്റ്, കോമൺ ടാക്സ് അഗെയിൻസ്റ്റ് അതർ പാർട്ടീസ്. സോ മേക്കിംഗ് എവറിത്തിങ് കോമൺ. ആ ടാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആക്കുകയാണ്, റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യാണ്. ഈ ക്വസ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് ഇസ് അബൌട്ട് റിമൂവിങ് എക്കണോമിക് റെസ്ട്രിക്ഷൻസ് ബിറ്റ്വീൻ കൺട്രീസ്. In one option they are telling that they are removing all restrictions and it is correctly matched with the free trade. Then preferential trade. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണ്? വൺ ഈസ് ഫ്രീ ട്രേഡ്, വൺ ഈസ് preferential trade. അതായത് ഫുള്ളി ഫ്രീ ആക്കിയിട്ടില്ല, ബട്ട് ദേ ആർ സ്റ്റാർട്ടിങ് ദിസ് പർട്ടിക്കുലർ ആ ഫ്രീ ആയിട്ടുള്ള സംഭവത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇങ്ങനെ വേണം മീനിങ് എടുക്കാൻ. മനസ്സിലായോ? ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയി, ഇവിടെ തുടങ്ങുകയാണ്, ഫ്രീ ആക്കി തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് preferential, ഒരു സെലക്ഷൻ വെച്ചിട്ട്, മനസ്സിലായി ഇങ്ങനെ. ദെൻ കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിൽ എന്താണ് പ്രശ്നം? കോമൺ മാർക്കറ്റ് എല്ലാവർക്കും കോമൺ ഇതാണ്, ലൈക്ക് ആർക്കും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എനിബഡി ക്യാൻ ബ്രിങ് ക്യാപിറ്റൽ, ലേബർ, എനിത്തിങ്. വേർഡ് മീനിങ്. ദെൻ കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയൻ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഒരു കസ്റ്റംസ് താരിഫ്, കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലേ? അപ്പോൾ എന്താണ്? കോമൺ താരിഫ് അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. വി ഡോണ്ട് നോ whether it is common tariff against third parties or some other parties, but we know that customs എന്നുള്ള വാക്കിൽ നിന്നും ടാക്സ് അല്ലെങ്കിൽ താരിഫ് എന്നുള്ള വാക്കിനെ കണക്ട് ചെയ്യാം. ആൻഡ് ഈ എല്ലാ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് എവറിത്തിങ് കോമൺ, കോമൺ താരിഫ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതും നമുക്ക് കറക്റ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ ഈവൻ വിത്തൗട്ട് നോയിങ് ഫ്രം ദ ഗിവൺ ഡീറ്റെയിൽസ് ഗെറ്റിംഗ് ആൻസർ. ഓക്കെ, അതിന് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം, അതിന് വേണം റിസ്ക് എടുക്കാൻ, അല്ലാതെ ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. So all are logical in this. Now this is a little bit knowledge intensive question. Actually regional rural banks and cooperative banks and local area banks cannot issue security certificate of deposit, remaining can issue. So that's, if you don't know that particular thing, you can skip that question. How many of you attended this question? How many of you knew about the exact answer to this question? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? 100 ക്വസ്റ്റ്യനിൽ 38 ക്വസ്റ്റ്യൻ മാത്രം ശരിയായാലും പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷയ്ക്ക് എന്തിന് അനാവശ്യമായിട്ടുള്ള നരകം എടുത്ത് തലയിൽ വെക്കുന്നു? എന്താവശ്യമാണുള്ളത്? അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദ സ്കിൽ ദാറ്റ് യു നീഡ് ടു, ലൈക്ക് ഞാൻ ഈ പറയുന്ന സ്കിൽസ് ഉണ്ടല്ലോ, ഈ കോമൺ getting detail, collecting details from the question and finding the answer. This will purely save you in UPSC if you are mastering that skill. Don't worry that you covered the syllabus or not. Nobody can cover the entire syllabus and go for the exam. Okay, only thing that by doing more tests, you are getting more awareness about the country and you are getting skills to identify details or clues from the question. If that is the thing, like don't attempt the question which you are not having, which is having no like possibility of doing any logical elimination. ഇതിൽ ഒരു രീതിയിൽ ലോജിക്കൽ എലിമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഈ ഇൻ കേസിൽ ഇതിനകത്ത് മേ ബി ഇപ്പോൾ നബാർഡും കൂടെ ഇല്ലായിരുന്നെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് രണ്ടും ഒരു റെഗുലർ ബാങ്ക്സ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കൂട്ടാത്തതുകൊണ്ട് മേ ബി ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ വെൻ നബാർഡ് ഈസ് ഓൾസോ കമ്മിങ്, there starts confusion. Okay, because NABARD is not a regular bank just like our SBI or other banks. So angane varumbo there is confusion, there is lack of logical application in this. So don't attempt if you are not having this particular thing, because we have sufficient questions where logical application is possible. So don't increase your negative in that way. Then consider the following with reference to agricultural marketing in India. First statement, okay, there is a price support system for what? Buys commodities directly from the, okay, if minimum support price is not happening, they will be giving you some other price support. Is there any problem in that statement? Is it illogical? No. Second thing, and first thing, എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ആദ്യം മനസ്സിൽ വരണം. When you are getting a question, first understand the question context. What is the context? What is it about? It's about like supporting farmers when price is adequate, market price is not there. That's the context. First statement we read, there is nothing illogical in that. Second statement, price stabilization fund is under Department of Agriculture. How many of you have approved it? How many of you have selected that statement as correct? ബാക്കിയുള്ളവർ തെറ്റാണെന്നാണ് എടുത്തത്.
എന്തായിരുന്നു തെറ്റാന്ന് എടുക്കാനുള്ള കാര്യം? പറഞ്ഞോ, അപ്ലൈ ചെയ്ത റീസൺ പറഞ്ഞാൽ മതി. ആ ക്വസ്റ്റ്യൻ വിട്ടു. ഓക്കെ, ഹൗ മെനി ഓഫ് യു അറ്റംപ്റ്റഡ് ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, എന്തായിരുന്നു തൻ്റെ ലോജിക്ക്? എന്തായിരുന്നു തെറ്റാൻ ചാൻസ്? എന്തുകൊണ്ടാണ് തെറ്റാൻ ചാൻസ് എന്ന് വിചാരിക്കാൻ കാര്യം എന്താണ്? ലോജിക്ക് പറ. അത് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ യൂസ് ചെയ്യേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് if this particular, we know that it's an farmer supporting scheme. If they are mentioning that farmer supporting scheme, that particular fund is under Department of Agriculture, that's a childish thing to ask, because everybody will think that farmer supporting fund will be taken by agriculture related ministry or agriculture ministry related department. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കിൻഡർ ഗാർഡൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ദാറ്റ്സ് എ കിൻഡർ ഗാർഡൻ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഡയറക്റ്റ്ലി സിമ്പിളാക്കിയൊരു സാധനം തരില്ല. ദേ ആർ ആസ്കിങ് ദിസ് ബിക്കോസ് ദിസ് ഈസ് നോട്ട് ദ ആൻസർ. ഓക്കെ, സോ വെൻ ദേ ആർ ടെല്ലിംഗ് ദാറ്റ് a fund for supporting farmers is under Ministry of Agriculture, you understand that that is not under Ministry of Agriculture. If that is under Ministry of Agriculture, they wouldn't have asked that particular thing. Okay, so this is under which ministry or which department? It's related to Consumer Affairs. Okay, so I'm not asking you to know whether it is about to Consumer Affairs. I'm asking you to identify that it is not related to Ministry of Agriculture, right? So from this way you have to do then.